ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയ 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. പുലിപ്പല്ലി കേസിലൊടുവിൽ റാപ്പർ വേടന് ജാമ്യം. അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിൽ. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. റാപ്പർ വേടനെ ഒടുവിൽ പുലിപ്പല്ല് കേസിലും ജാമ്യം. മാലിയിലെ ലോക്കറ്റിൽ പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് വനം വകുപ്പെടുത്ത കേസിൽ വേടന് ജാമ്യം നൽകിയത്. സംസ്ഥാനം വിട്ടുപോകരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കണമെന്നുമുള്ള ഉപാധിയോടെയാണ് ജാമ്യം. അതിനിടെ ലഹരി ഉപയോഗം നല്ലതല്ലെന്നും താൻ തിരുത്തുമെന്നും റാപ്പർ വേടൻ പ്രതികരിച്ചു. പുലിപ്പല്ല് കണ്ടെത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് എടുത്ത കേസിൽ കർശന ഉപാധികളോടെയാണ് റാപ്പർ വേടന് ജാമ്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണവുമായി സഹകരിക്കണം. സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ. സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് തിരിച്ചറിയാനാകുക? സമ്മാനം എന്ന നിലയിൽ ആരാധകൻ നൽകിയപ്പോൾ വാങ്ങിയതാണ് എന്നിങ്ങനെയായിരുന്നു ജാമ്യാപേക്ഷ പരിഗണിക്കവേ വേടൻ ഉന്നയിച്ച വാദങ്ങൾ. ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനിടെ മദ്യവും പുകവലിയും അപകടമാണെന്നും തിരുത്തുവാൻ ശ്രമിക്കുമെന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വേടൻ പ്രതികരിച്ചു. കഞ്ചാവ് ഉപയോഗിച്ചെന്ന കേസിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു വേടനെ പോലീസ് വനംവകുപ്പിന് കൈമാറിയത്. കോടനാട്ടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യൽ. വേടന്റെ ഫ്ളാറ്റിൽ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധന തുടരുന്നതിനിടെയായിരുന്നു മാലയിലെ പുലിപ്പല്ല് ലോക്കറ്റിൽ വനംവകുപ്പും പരിശോധന നടത്തിയത്. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി വനംവകുപ്പും വേടനെതിരെ കേസെടുക്കുകയായിരുന്നു. ജനം, കൊച്ചി. കണ്ണൂർ പയ്യന്നൂരിൽ MDMAയുമായി യുവതിയടക്കം 3 പേരെ പോലീസ് പിടികൂടി. പെരുമ്പ സ്വദേശി ഷഹബാസ്, ഇടാട്ടു സ്വദേശികളായ ഷിജിനാസ്, പ്രജിത എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്നും 10.26 ഗ്രാം MDMAയും കണ്ടെടുത്തു. ഇന്ന് പുലർച്ചെ പെട്രോളിങ്ങിനിടെ വാഹന പരിശോധന നടത്തുകയായിരുന്ന പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ പി യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ പിടികൂടിയത്. എടാട്ട് കണ്ണങ്ങാട് കവാടത്തിന് സമീപത്ത് ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ട കാറ് സംശയം തോന്നിയാണ് പോലീസ് പരിശോധിച്ചത്. പെരുമ്പ സ്വദേശി ഷഹബാസ്, എടാട്ട് സ്വദേശികളായ ഷിജിനാസ്, പ്രജിത പി എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കഴിഞ്ഞ 1 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് വിൽപ്പനയ്ക്കെത്തിച്ച MDMA പോലീസ് പിടികൂടുന്നത്. ലഹരിക്കെതിരെ ശക്തമായ റെയ്ഡുകൾ ഇനിയും തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ജനം, കണ്ണൂർ. കൊല്ലത്തെ ക്ഷേത്രങ്ങളിൽ മോഷണം. കിഴക്കേക്കല്ലട ചീക്കൽ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലും ശാസ്താംകോട്ട പെരുവേലിക്കര ഭദ്ര ഭുവനേശ്വരി ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പുലർച്ചെയോടെ ഇരു ക്ഷേത്രങ്ങളിലെയും കാണിക്ക വഞ്ചികളാണ് മോഷ്ടിച്ചത്. ചീക്കൽ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനു പുറത്തുണ്ടായിരുന്ന വഞ്ചിയാണ് മോഷ്ടാക്കൾ കൈക്കലാക്കിയത്. പണം അപഹരിച്ചതിനു ശേഷം വഞ്ചി സ്റ്റേജിന്റെ പുറകുവശം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇവിടെ മുഖം മറച്ച് മോഷണം നടത്തുന്ന 2 യുവാക്കളുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. 1 മാസത്തെ വരുമാനമാണ് വഞ്ചിയിലുണ്ടായിരുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. പെരുവേലിക്കര ഭുവനേശ്വരി ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിനകത്തെ ഉപക്ഷേത്രങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന 6 കാണിക്ക വഞ്ചികളാണ് മോഷ്ടിച്ചത്. പണം അപഹരിച്ച ശേഷം വഞ്ചികൾ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രധാന ശ്രീകോവിലിന് മുന്നിൽ ചങ്ങലയിട്ട് പൂട്ടിവെച്ചിരുന്ന വലിയ വഞ്ചികൾ തുറക്കാൻ നോക്കിയതിന്റെ ലക്ഷണങ്ങളുമുണ്ട്. ക്ഷേത്രത്തിലെ CCTV ക്യാമറയിലും ദൃശ്യങ്ങൾ പതിഞ്ഞു. മുഖം മറയ്ക്കാതെ എത്തിയ 2 പേരിൽ ഒരാൾ ക്ഷേത്രത്തിനകത്ത് കടക്കുന്നതും മറ്റൊരാൾ പുറത്തു നിൽക്കുന്നതും ദൃശ്യത്തിലുണ്ട്.
സംഭവത്തിൽ കിഴക്കേക്കല്ലട ശാസ്താംകോട്ട പോലീസ് സംഘങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. കോഴിക്കോട് ചാലപ്പുറത്ത് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. ബീഹാർ സ്വദേശികളായ ഫൈസൽ അൻവർ, ഹിമാൻ അലി എന്നിവരെ കസബ പോലീസാണ് പിടികൂടിയത്. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് ബസ്സിറങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയെ പിന്നാലെ എത്തിയ പ്രതികൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചെറുത്തുനിന്ന പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. പരാതിയിൽ കേസെടുത്ത കസബ പോലീസ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നുമാണ് പ്രതികളെ പിടികൂടിയത്. കസബ SI കിരൺ സി നായരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോഴിക്കോട് നഗരത്തിൽ യാത്രക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം പിടിച്ചുപറിച്ച സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ചക്കുകടവ് സ്വദേശി അച്ചാർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷംസീറാണ് കസബ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപം ബൈക്ക് യാത്രക്കാരനായ ബേപ്പൂർ സ്വദേശിയെയും കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിന് സമീപം പാളയം സ്വദേശിയായ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറെയും ഷംസീർ അടങ്ങിയ സംഘം കത്തി കാണിച്ച് കുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും പണവും പിടിച്ചു പറിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കസബ പോലീസ് മുഖ്യപ്രതിയെയും ഉപയോഗിച്ചിരുന്ന വാഹനവും തിരിച്ചറിയുകയായിരുന്നു. പ്രതി ഷംസീറിനെ വീടിനടുത്തുള്ള ചാമുണ്ടി വളപ്പിൽ നിന്ന് കവർച്ചയ്ക്ക് ഉപയോഗിച്ച സ്കൂട്ടറും കത്തിയും പിടിച്ചുപറിച്ച മൊബൈൽ ഫോണും അടക്കം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസബ, ഫറൂഖ്, ബേപ്പൂർ, പന്നിയങ്കര എന്നീ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ, ലഹരി കേസുകളിൽ പ്രതിയായ ഷംസീർ പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. നഗരത്തിൽ രാത്രികാലങ്ങളിൽ പിടിച്ചുപറി നടത്തുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് TKയുടെ നേതൃത്വത്തിൽ കസബ ഇൻസ്പെക്ടർ കിരൺ സി നായർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഷംസീറിനെ കൂടാതെ സംഘത്തിലെ മറ്റുള്ളവരെ കണ്ടെത്തുന്നതിന് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ജനം, കോഴിക്കോട്. പ്രതിഭ MLAയുടെ മകൻ കനിവിനെതിരായ കഞ്ചാവ് കേസ് ഇല്ലാതാക്കാൻ എക്സൈസിന്റെ നീക്കം. കേസിൽ MLAയുടെ മകൻ കനിവിനെ ഒഴിവാക്കി എക്സൈസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കിയാണ് എക്സൈസ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ 9ാം പ്രതിയാണ് MLAയുടെ മകൻ കനിവ്. പ്രതിഭ MLAയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് MLAയുടെ മകനെ കേസിൽ നിന്ന് ഒഴിവാക്കിയുള്ള ഇടക്കാല റിപ്പോർട്ട് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസിൽ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ ഒഴിവാക്കി. 9ാം പ്രതിയാണ് MLAയുടെ മകൻ കനിവ്. 1ഉം 2ഉം പ്രതികൾക്കെതിരെ തെളിവില്ലെന്നും എക്സൈസ് അമ്പലപ്പുഴ കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നു. കേസിന്റെ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മകന്റെ കേസ് സംബന്ധിച്ച് MLAയോട് സംസാരിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചുവെന്നുമായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. MLAയുടെ മകനെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് എക്സൈസ് നീക്കം. കഞ്ചാവ് വലിച്ചതിന് തകഴിപ്പാലത്തിനടിയിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ 28-നാണ് കുട്ടനാട് എക്സൈസ് സംഘം പ്രതിഭയുടെ മകൻ കനിവടക്കം 9 പേരെ പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജനം, ആലപ്പുഴ. കഞ്ചാവ് കേസിൽ സംവിധായകൻ സമീർ താഹിറിന് നോട്ടീസ് നൽകിയ എക്സൈസ്. ഒരാഴ്ചക്കുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷം സംവിധായകരായ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും കൂടുതൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാനാണ് തീരുമാനം.
കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിനോട് ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് എക്സൈസിന്റെ നോട്ടീസ്. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നുമായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിന് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഷാലിഫ് മുഹമ്മദ് എന്നിവരെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ കുറെ നാളുകളായി ഫ്ളാറ്റ് പരിസരം നിരീക്ഷണത്തിലായിരുന്നു. ഇവിടെ സ്ഥിരമായി സിനിമാക്കാർ വരവുണ്ടെന്നും കഞ്ചാവ് ഉപയോഗമുണ്ടെന്നും പോലീസിന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് ഫ്ളാറ്റിൽ പരിശോധന നടത്തി ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. സമീർ താഹിറിനെ ചോദ്യം ചെയ്തതിനു ശേഷം ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വിളിപ്പിക്കും. ഷാലിഫ് മുഹമ്മദിന്റെ സുഹൃത്താണ് സംവിധായകർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത്. ഇയാളെയും ചോദ്യം ചെയ്യും. ഉപയോഗിക്കാനായി കൊണ്ടുവന്ന 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവായിരുന്നു പിടികൂടിയത്. ജനം, കൊച്ചി. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും. നടപടിക്രമങ്ങൾക്കായി ശ്രീനാഥിനെ അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തുമെന്നും എക്സൈസ് അറിയിച്ചു. കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ഇവരെ പ്രതി ചേർക്കുന്നതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. എന്നാൽ കേസിലെ പ്രതിയായ തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സപ്പ് ചാറ്റുകൾ കണ്ടെത്തിയിരുന്നു. കുഷ് വേണോ എന്നായിരുന്നു ചോദ്യം. എന്നാൽ വെയിറ്റ് എന്ന് മാത്രമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ മറുപടി. നടന്മാരെ പ്രതി ചേർക്കാൻ സാധ്യതയില്ലെങ്കിലും ഇവരിൽ നിന്ന് എക്സൈസിനെ സഹായിക്കുന്ന ചില വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനാൽ ഇവർ എക്സൈസ് നിരീക്ഷണത്തിൽ തുടരും. അതേസമയം മോഡലായ സൗമ്യയെ പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യതകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സൗമ്യയുടെ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. 2000 മുതൽ 3000 രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവർ പിടിയിലായ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല. കൂടുതൽ തെളിവ് കിട്ടിയാൽ ഇവരെ പ്രതി ചേർക്കും. അന്വേഷണത്തിനിടെ സുപ്രധാനമായ വിവരങ്ങൾ എക്സൈസിന് ലഭിക്കുന്നുണ്ട്. കൊച്ചിയിൽ 2 സംവിധായകർ കഞ്ചാവുമായി പിടിയിലായത് ആലപ്പുഴയിലെ എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ജനം, ആലപ്പുഴ. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ ലഹരിവേട്ടയ്ക്കിടെ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ പന്നിയങ്കര പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പന്നിയങ്കര സ്വദേശി കാഞ്ഞിരവയൽ അർജാസാണ് പന്നിയങ്കര സ്റ്റേഷനിലെ SI ബാബുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ലഹരി വിൽപ്പന സംഘത്തിലെ കണ്ണിയായ പയ്യാനക്കൽ സ്വദേശി അർജാസിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പന്നിയങ്കര സ്റ്റേഷനിലെ ASI ബാബുവിനെ പ്രതി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. ഈ കേസിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അർജാസിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ലഹരിവേട്ടയ്ക്കിടെയാണ് കണ്ണഞ്ചേരിയിൽ വെച്ച് അർജാസിനെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചത്. ഇതിനിടെയാണ് തൊട്ടടുത്ത ഇറച്ചിക്കടയിൽ നിന്ന് കത്തിയെടുത്ത് പ്രതി ASI ബാബുവിന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത്. വീണ്ടും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും മറ്റു പോലീസുകാർ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ASI രക്ഷപ്പെട്ടത്. ഇതിനിടെ മറ്റു പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു. പിടികൂടുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന സിന്തറ്റിക് ഡ്രഗ് തൊട്ടടുത്ത ഓടയിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ജനം, കോഴിക്കോട്. ആലപ്പുഴ കായംകുളത്തെ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പണം നൽകാതിരുന്ന യുവാക്കളാണ് ജീവനക്കാരെ മർദ്ദിച്ചത്. പ്രദേശത്തെ ലഹരി ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അർദ്ധരാത്രിയോടെയാണ് 2 ബൈക്കുകളിലായി യുവാക്കളുടെ സംഘം പെട്രോൾ പമ്പിലെത്തിയത്. 50 രൂപയുടെ പെട്രോൾ അടിച്ചു. ഓൺലൈൻ വഴി പണം അടയ്ക്കാൻ കഴിയുന്നില്ലെന്നറിയിച്ച യുവാക്കൾ ജീവനക്കാരോട് തട്ടിക്കയറുകയായിരുന്നു. പന്ത്രണ്ട് 45 ശേഷമാണ്. ഡെയിലി ഒരു 3 ദിവസം കൊണ്ട് ഇപ്പം ഇവരുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 12:45 കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതുപോലെ ഒരു 50 രൂപ പെട്രോൾ അടിക്കാൻ പറഞ്ഞു. പെട്രോൾ അടിച്ച് 50 രൂപ പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ഇവർ ഞങ്ങളെ പൈസ തന്നില്ല എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ്
എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യനുണ്ടായിരുന്നു, അവനെ പിടിച്ചു തള്ളുകയും പിന്നെ എൻ്റെ വേറെ ചേട്ടനുണ്ടായിരുന്നു, ആ ചേട്ടനെ പിടിച്ച് ചവിട്ടുകയും സ്ഥാപനത്തിൻ്റെ ഇതൊക്കെ കസാരകളും ഇതുമെല്ലാം അടിച്ചു പൊട്ടിക്കുകയും എല്ലാം ചെയ്യുകയായിരുന്നു. സ്ഥാപനത്തിൻ്റെ ഓണറെ വരെ ചീത്ത വിളിക്കുകയും എല്ലാം പറയുമായിരുന്നു. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെ നെഞ്ചത്ത് കത്തി കയറ്റുമെന്നും പറഞ്ഞ് ഇതായിരുന്നു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. ലഹരിയിലെത്തുന്ന സംഘങ്ങൾ മുൻപും പെട്രോൾ പമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പമ്പ് ഉടമ. ദേശീയപാതയോട് ചേർന്നുള്ള പുത്തൻ റോഡിലെ പമ്പിൽ പുലർച്ചെ 1 മണിയോടെയായിരുന്നു അതിക്രമം. സംഭവത്തിൽ കായംകുളം പോലീസ് കേസെടുത്തു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനം, ആലപ്പുഴ. കോട്ടയം അയർക്കുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിലായി. മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയും ഭർത്തൃപിതാവ് ജോസഫുമാണ് അറസ്റ്റിലായത്. മൊബൈൽ ഫോൺ പരിശോധനയിൽ ലഭിച്ച നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തി. മൊബൈൽ ഫോണുകളിൽ നിന്നും ലഭിച്ച ശബ്ദ സന്ദേശങ്ങളാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി, ഭർത്തൃപിതാവ് ജോസഫ് എന്നിവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. 3 പേരുടെയും മൊബൈൽ ഫോണുകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഫോണിൽ നിന്നും ലഭിച്ച ശബ്ദ സന്ദേശങ്ങൾ ജിസ്മോൾ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇതോടെയാണ് ഇരുവരെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ ഏറ്റുമാനൂർ പോലീസ് തീരുമാനിച്ചത്. ഇതിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജിമ്മിയുടെ മാതാവിനെതിരെയും മൂത്ത സഹോദരിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇവർക്കെതിരെ നിലവിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏപ്രിൽ 15-നാണ് അയർക്കുന്നം നീറിക്കാടിന് സമീപം പുഴയിൽ ചാടി ജിസ്മോളും മക്കളായ നേഹയും നോറയും ആത്മഹത്യ ചെയ്തത്. കേസിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ കുടുംബം പരാതി നൽകിയിരുന്നു. നിറത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ജിസ്മോൾ നിരന്തരം പീഡനത്തിരയായി എന്നായിരുന്നു പരാതി. ജനം, കോട്ടയം. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ആൾമാറാട്ട് ചികിത്സയിൽ വീണ്ടും അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ്. ഡോക്ടറായ ഭാര്യയ്ക്ക് പകരമായി ഭർത്താവ് ചികിത്സ നൽകിയ സംഭവത്തിൽ DMO അന്വേഷണം നടത്തിയെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് ലഭിച്ച പരാതിയിൽ വിജിലൻസാണ് ആരോഗ്യവകുപ്പിനോട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സഹീദയ്ക്ക് പകരം രാത്രികാലങ്ങളിൽ സഹീദയുടെ ഭർത്താവും കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുമായ സഫീൽ ജോലി ചെയ്യുന്നതിന്റെ ഫോട്ടോ സഹിതം DMOയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. തിരൂരങ്ങാടി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് ഡോക്ടർ സഹീദ ജോലി ചെയ്യുന്നത്. സഫീൽ കൊണ്ടോട്ടി ആശുപത്രിയിലെ കുട്ടികളുടെ ഡോക്ടറും. സഹീദ കുഞ്ഞിന് മുലയൂട്ടാൻ പോകുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് സഫീൽ രോഗികളെ ചികിത്സിച്ചതെന്നായിരുന്നു വിശദീകരണം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലഭിച്ച പരാതിയിൽ DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്ര മെമ്മോ തയ്യാറാക്കിയിരുന്നെങ്കിലും ഇരുവർക്കുമെതിരെ നടപടിയുണ്ടായില്ല. തുടർന്ന് പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് വിജിലൻസിന് പരാതി നൽകി. അനുമതിയില്ലാതെ ഭാര്യയുടെ ജോലി ഭർത്താവ് ചെയ്തത് അഴിമതിയും അച്ചടക്ക ലംഘനവുമാണെന്നും സഫീൽ ചികിത്സ നൽകിയതിൽ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിനോട് തുടർ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് വിജിലൻസ് കത്ത് നൽകി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടറാണ് കത്ത് നൽകിയത്. അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന്റെ പരാതിയും കൈമാറിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച പ്രശാന്തന്റെ സസ്പെൻഷൻ നീട്ടി ആരോഗ്യവകുപ്പ്. പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ. 6 മാസം മുൻപായിരുന്നു ഇയാളെ സസ്പെൻഡ് ചെയ്തത്. ADM നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ പരസ്യമായി പ്രഖ്യാപിച്ച് പ്രശാന്തൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്ന പശ്ചാത്തലത്തിൽ
ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ, മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ എന്നിവർ പരിയാരത്തെത്തി അന്വേഷണം നടത്തി. ഇവർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തനെ അന്ന് സസ്പെൻഡ് ചെയ്തത്. സർക്കാർ ജീവനക്കാരനായിരിക്കെ സ്വകാര്യ ബിസിനസ് സംരംഭത്തിൽ ഏർപ്പെട്ടതും ഗുരുതര അച്ചടക്ക ലംഘനവും പെരുമാറ്റച്ചട്ട ലംഘനവുമാണെന്ന് കണ്ടെത്തിയാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത്. സസ്പെൻഷൻ നീട്ടിയെങ്കിലും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് ADM K നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സംഭവത്തിൽ BP ദിവ്യക്കെതിരെ ആരോപണങ്ങൾ ശക്തമായതോടെ പ്രതിരോധവുമായി കൈക്കൂലി നൽകിയെന്ന ആരോപണമുയർത്തി പ്രശാന്തൻ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ കൈക്കൂലി നൽകിയെന്ന ആരോപണം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ജനം, കണ്ണൂർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരായ CBI അന്വേഷണത്തിന് സ്റ്റേ. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. എബ്രഹാമിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ നിലപാട് സ്വീകരിച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാമിനെതിരെ CBI രജിസ്റ്റർ ചെയ്ത FIR സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ അനുവദിച്ചത്. KM എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ട് അന്വേഷണത്തിന് സ്റ്റേ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും കോടതിയിൽ വാദിച്ചു. സുപ്രീം കോടതിയുടെ തന്നെ മുൻകാല വിധിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചു. വരുമാനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് KM എബ്രഹാമിനോട് ചോദിച്ച കോടതി CBI, ജോമൻ പുത്തമ്പുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങി കേസിലെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് KM എബ്രഹാം നൽകിയ അപ്പീൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ജനം, ഡൽഹി. കാക്കിയുടെ പുതിയ അധ്യായവുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.